Sknaturalvlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പെയിൻറ്റിങ്ങുമായിട്ടാണ്. സിമ്പിളായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്താക്കാവുന്ന ഒരു ട്രിക്സുമായിട്ടാണ്. ഈ ഒരു നിങ്ങളും ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല നല്ല പെയിൻറ്റിങ്ങുകൾ ചെയ്യാവുന്നതാണ്. 1893 ജർമ്മൻ ആർട്ടിസ്റ്റായ എഡ്വേർഡ് മഞ്ച് സൃഷ്ടിച്ച ഒരു രചനയ്ക്ക് നൽകിയ ജനപ്രിയ പേരാണ് ദ സ്ക്രീം എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യാനുണ്ടായ സാഹചര്യം നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ കലാചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നതോടൊപ്പം നമ്മുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ പെയിൻറ്റിങ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ദ സ്ക്രീം, ഈ പ്രത്യേക പെയിൻറ്റിങ് നിരവധി ആളുകളെ ആകർഷിച്ചു, കൂടുതൽ ആശ്ചര്യപ്പെടുത്തി, കുറച്ചുപേരെ ഭയപ്പെടുത്തി. ഈ അതിശയകരമായ കലാസൃഷ്ടി സൃഷ്ടിക്കുന്നതിനുള്ള ആശയം എഡ്വേർഡ് മഞ്ചിൻ എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. കലാകാരൻ തന്നെ തൻ്റെ ഡയറിയിൽ ദ സ്ക്രീം യഥാർത്ഥത്തിൽ തൻ്റെ ഭാവനയിലേക്ക് വന്നതെങ്ങനെയെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ഒരു നല്ല സായാഹ്നം. കലാകാരൻ നഗര റോഡുകളിലൂടെ നടക്കുകയായിരുന്നു. ഒരു നിമിഷം അവൻ നടത്തം നിർത്തി ആകാശത്തേക്ക് നോക്കി. അവൻ കണ്ടത് അസ്തമയ സൂര്യനും മേഘങ്ങളുമാണ്. അത് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നഗരത്തിനിടയിൽ നിന്നും ഒരു മങ്ങിയ ശബ്ദവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ക്രമീകരണം മുഴുവൻ പ്രകൃതിയിൽ എന്തോ ഒന്ന് അലറുന്നുവെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. രക്തത്തിലെ ചുവന്ന മേഘങ്ങളും അലറുന്ന പശ്ചാത്തലങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം ഒരു സ്ക്രീം വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പെയിൻറ്റിങ് പിറന്നു. 2020 ചിലവേറിയ പെയിൻറ്റിങ്ങുകളുടെ ഇടയിൽ ദ സ്ക്രീം മുന്നിൽ തന്നെയാണ്. ഈ ചിത്രത്തെക്കുറിച്ച് എഡ്വേർഡ് മഞ്ച് പറയുന്നത്, ഞാനൊരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നം ഒരു ചിത്രമായി പുലരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ പെയിൻറ്റിങ് എവിടെയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്.
ഇനിയും ഇതുപോലത്തെ കൗതുകമുള്ള വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.